ഹലോ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നൊരു 2 വർഷത്തിന് ശേഷമായിരിക്കും ഞാനൊരു ലൈവൊക്കെ വരുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് മണിക്കുട്ടൻ. ബിഗ് ബോസിലേക്ക് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം കൂടുതലും മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയത്. സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിനു ശേഷം കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിലൂടെ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിലും അദ്ദേഹം ശ്രദ്ധ നേടുകയായിരുന്നു. അന്ന് മണിക്കുട്ടന് വേണ്ടത്ര പ്രേക്ഷക പ്രീതി നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ബിഗ് ബോസിൽ വന്നതിനു ശേഷം മണിക്കുട്ടനെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. മോഹൻലാൽ നായകനായി എത്തുകയും 2020 പുറത്തിറങ്ങുകയും ചെയ്ത സിനിമയാണ് മരക്കാർ. ഈ സിനിമയിലാണ് മണിക്കുട്ടൻ അവസാനമായി അഭിനയിച്ചത്. ഹണി റോസ് നായികയായി എത്തിയ ബോയ് ഫ്രണ്ട് എന്ന സിനിമയായിരുന്നു മണിക്കുട്ടൻ ആദ്യം അഭിനയിച്ചത്. പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 3ലേക്ക് എത്തുകയും അതിലെ കപ്പ് സ്വന്തമാക്കുകയും ചെയ്തു. അഭിനയത്തിൽ ഇന്നത്ര സജീവമല്ലാത്ത മണിക്കുട്ടൻ തൻ്റെ ഓരോ വിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട്. താരം തൻ്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുമുണ്ട്. മണിക്കുട്ടൻ്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. 1986 മാർച്ചിലാണ് മണിക്കുട്ടൻ ജനിച്ചത്. അദ്ദേഹത്തിന് 38 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹ വാർത്തകൾ പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടാറുണ്ട്. 38 വയസ്സായിട്ടും മണിക്കുട്ടൻ വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് പല ആരാധകരും മണിക്കുട്ടൻ എത്തുന്ന വേദിയിൽ ഒക്കെ തന്നെ ചോദിക്കാറുമുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് ഇതുവരെ ആയിട്ട് വിവാഹം കഴിക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് മണിക്കുട്ടൻ ഇതുവരെയായിട്ടും തുറന്നു പറഞ്ഞിട്ടുമില്ല. തൻ്റെ സങ്കല്പത്തിൽ ഒത്ത ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നായിരുന്നു മണിക്കുട്ടൻ്റെ തുറന്നു പറച്ചിൽ. ഇതാ വീണ്ടും മണിക്കുട്ടൻ വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകളും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുകയാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ശ്രദ്ധ നേടുന്നത്. എനിക്ക് മുൻപ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റേത് പ്രണയവിവാഹം ആയിരിക്കില്ല. ആ പ്രണയം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായി വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ആലോചനകൾ വീട്ടിൽ നടക്കുന്നുണ്ട്. ഇതുവരെയും ഒന്നും റെഡിയായിട്ടില്ല. എല്ലാം വന്നു ചേരേണ്ട സമയത്ത് തന്നെ തീർച്ചയായിട്ടും വന്നു ചേരും. വലിയ സങ്കല്പങ്ങളൊന്നും എനിക്കില്ല. ഒരു നടി തന്നെ ആവണമെന്ന ആഗ്രഹമില്ല. എന്നാൽ നടിയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ആയിരിക്കണം. അത്രമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ജോലി എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്ന് മാത്രം എനിക്ക് ആഗ്രഹമുണ്ട് എന്നായിരുന്നു മണിക്കുട്ടൻ്റെ വാക്കുകൾ. നിരവധി പേരാണ് മണിക്കുട്ടന് ആശംസകൾ അറിയിച്ചും എത്തിയത്.